പോവാ അമ്പലത്തിൽ വൈക്കത്തമ്പലത്തിൽ. ഹലോ, വെൽക്കം ടു പുതിയ വ്ളോഗ്. നമ്മളിന്ന് വൈക്കത്തിന് പോവാണ്. വൈക്കത്തിന് പോകുമ്പം ഒത്തിരി കാഴ്ചകൾ കാണാനുണ്ട്. അപ്പോൾ ആരും വീഡിയോ സ്കിപ്പ് ചെയ്യല്. ഞാൻ തേണീറ്റ് പെട്ടെന്ന് ഒരുങ്ങട്ടെ, എന്നാലേ ഉള്ളൂ രാവിലത്തെ കാഴ്ചകളൊക്കെ നല്ല മനോഹരമായിട്ട് കാണിക്കാൻ പറ്റുള്ളൂ. അപ്പം പോകാം. രാവിലെ നമ്മുടെ വീട്ടിലെ വ്യൂ കാണണം. ഇവിടെ നിന്ന് ഇങ്ങനെ പണ്ടൊക്കെ തേറ്റുണ്ടെന്ന് താഴോട്ട് നോക്കുന്ന ഡ്രസ്സ് ഇത് കണ്ടു. ഇതാണ് എൻ്റെ റൂം പൊക്കത്താണ്. സൺലൈറ്റ് ഇവിടെ ഒന്ന് സൺലൈറ്റൊക്കെ അടിച്ച് റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ സമയമില്ല, 7:30 ഇറങ്ങുമെന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ മണി 8 അമ്മ കുറേ സാധനങ്ങളുണ്ട് കൊണ്ടുപോകാനായിട്ട്. പോവാണേ. വേറെ ടാറ്റ കാണിച്ചേക്ക്. പോവാ. നമ്മുടെ വണ്ടി ഇവിടെയാണ് പാർക്ക് ചെയ്തേക്കുന്നത്. ഇതാണ് ഞങ്ങളുടെയൊക്കെ രാവിലെ പോകാൻ വേണ്ടി ഇവിടെ ഇട്ടിട്ട് പോയത്. ഇനിയിപ്പോൾ പോവാം. പോവാം. ഇതാണ് ഞങ്ങളുടെ ഏരിയ. കണ്ടില്ല എന്ന് പറയുന്നത്. ഇങ്ങനെ വഴി കയറി വേണം നമുക്ക്. ഇതാണ് ചെങ്ങളത്ത് കാവ്. നമ്മളിതിലെയാണ് പോകേണ്ടത്. വളരെ നാളത്തെ കാത്തിരിപ്പിന് ശേഷം കുമരകത്തൂടെ നമുക്ക് വൈക്കത്തിന് പാലം കയറി പോകാൻ പറ്റും. ഇതിനെല്ലാം കാരണം നമ്മുടെ രാഷ്ട്രപതിയാണ്. പുള്ളിക്കാർ വന്നുകൊണ്ടാണ് കേട്ടോ ഇത് ഓപ്പൺ ആക്കിയത്. അതിന് മുമ്പ് ഇതെല്ലാം അടച്ച് ഈ സൈഡിൽ കൂടെ നമ്മൾ പോയിക്കൊണ്ടിരുന്നത്. രാത്രിയും പകലും ഒക്കെ ആയിട്ട് പണി നടക്കുന്നുണ്ട്. ഇപ്പം ഇത് കണ്ടോ, പണിത് കഴിയുമ്പം നല്ലതായിരിക്കും. പക്ഷേ ആ സൈഡിലുള്ള കടകളൊക്കെ ഉണ്ടോ, അതെല്ലാം താഴേക്ക് പോയി കേട്ടോ. അതൊക്കെ പൊക്കി പണിയായിരിക്കും. നമുക്കിനി ചെല്ലണം. ഞാൻ 7:30 ഇറങ്ങാമെന്ന് പറഞ്ഞിട്ട് 8 മണിക്ക് ഇറങ്ങിയിരിക്കുന്നത്. അതിൻ്റെ തെറി അവിടെ ചെല്ലവൻ കേൾക്കാം. അങ്ങനെ നമ്മൾ വീട്ടിലെത്തി. ഇനി ഇവിടെ ഒന്ന് ജസ്റ്റ് കയറിയിട്ട് വേണം പോകാൻ. വണ്ടി ലോക്ക് ചെയ്തു. ചേട്ടൻ പറഞ്ഞു ഇച്ചിരി ചെറിയ ഇടയിൽ കൂടെ വേണം പോകാനായിട്ട്. എൻ്റെ കോസ്റ്റ്യൂം എങ്ങനെയുണ്ട്? ഇതാണ് വീട്. ഇനി ഇവിടെ അധികം നേരം നിൽക്കുന്നില്ല, പെട്ടെന്ന് പോകാം. ഹായ്. എല്ലാവരും നോക്കുന്നു. നമ്മുടെ പട്ടിയെ കണ്ടോ? ഇത് സിനിമയ്ക്കകത്തൊക്കെ അഭിനയിച്ചിട്ടുള്ള പട്ടിയ. പോവാ അമ്പലത്തിൽ, വൈക്കത്തമ്പലത്തിൽ. ബാഗൊക്കെ പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടോ? ഞങ്ങൾ തിരിച്ചു പോവാണ്. ഇനി എനിക്ക് വീഡിയോ എടുത്ത് തരാനായിട്ട് ക്യാമറാമാൻ നമ്മളോട് ജോയിൻ ചെയ്യും. നമ്മളെക്കാത്ത ഒരാൾ ഇവിടെ തന്നെ കിടപ്പുണ്ട്. തിരിച്ചു പോവാ. 2 ദിവസം നിന്നിട്ടുള്ളതിൻ്റെ സങ്കടം ആ മുഖത്ത് കാണുന്നുണ്ട്. പോവാച്ചാ. ശരി പോ. അടുത്ത നമ്മുടെ അമ്പലത്തിൽ കേട്ടോ. പോവാം. അങ്ങനെ നമ്മൾ വൈക്കത്തമ്പലത്തിൽ വന്നിട്ടുണ്ട്. പക്ഷേ മൈക്ക് ഞാൻ ഓൺ ചെയ്യാൻ മറന്നുപോയി. അതുകൊണ്ട് തന്നെ ഒന്നും കേൾക്കാൻ മേല. പിന്നെ മൈക്ക് ഇല്ലാതെയും നമുക്ക് ബ്ലോഗ് എടുക്കാം എന്നാണ് ഞാൻ ഈ കാണിച്ചുകൊണ്ടിരിക്കുന്നത് സുഹൃത്തുക്കളെ. പിന്നെ ഇവിടെ വന്നപ്പോഴാണ് ഇവിടെ ഒരു ചെറിയ പരിപാടി നടക്കുന്നത്. സത്യം പറയാമല്ലോ, ഈ പരിപാടി ഇപ്പം ഞാൻ ഈ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്ന ഒന്നും അറിയാൻ മേലാതെ, എന്താ പരിപാടി എന്ന് അറിയാൻ മേലാതെയാണ്.
അത് കഴിഞ്ഞപ്പോഴേക്കുമാണ് എനിക്ക് കാര്യം മനസ്സിലായതും അവിടെ നിൽക്കുന്നൊരു ചേട്ടനോട് ഇതെല്ലാം കഴിഞ്ഞ് ഞാൻ ചോദിച്ചു, എന്താണ് ചേട്ടാ ഇപ്പം നടന്നത് എന്ന് ചോദിച്ചപ്പോഴാണ് അവർ പറഞ്ഞു തന്നത്. എന്താണെന്നുള്ളത് ഞാൻ ഇപ്പം പറഞ്ഞുതരാം. മൈക്ക് ഫോൺ ചെയ്തിട്ടുണ്ട്. അഷ്ടമിയുടെ കൊടിക്കയർ സമർപ്പണമാണ് നമ്മളിവിടെ കണ്ടത്. നമുക്ക് മനസ്സിലായില്ല എന്നാ സംഭവം. ഞാൻ സാധാരണ രീതിക്ക് വന്നതല്ലേ. അപ്പം ഇതാണ് കൊടിക്കയർ സമർപ്പണം. ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. അതിപ്പോൾ നമ്മുടെ പരപ്പനമ്പലത്തിലാണല്ലോ നമ്മൾ അങ്ങനെ കാണാൻ സാധ്യതയില്ലല്ലോ. അപ്പോൾ ഇതാണ് കൊടിക്കയർ. അപ്പൊ ഇത് അവരുണ്ടാക്കിയ ആൾക്കാരാണെന്ന് തോന്നുന്നു. അതിൻ്റെ ഒരു സമർപ്പണമാണ് ഇപ്പം നമ്മൾ കണ്ടത്. ഒത്തിരി ആൾക്കാരുണ്ട്. ഞായറാഴ്ച ആയതുകൊണ്ടും പിന്നെ ഈ ഒരു ചടങ്ങിന്റെ സംഭവം ആയിരിക്കണം എല്ലാവരും സ്വാഭാവികമായിട്ടും വന്നേക്കുന്നത്. ഒത്തിരി വിദേശികളും ഇവിടെ വന്നിട്ടുണ്ട്. ആ പരിപാടിക്കിടയ്ക്ക് മൈക്ക് നമ്മൾ ഫസ്റ്റ് യൂസ് ചെയ്യുന്നതുകൊണ്ട് തന്നെ ഇതിന്റെ ഒരു നോയിസ് ക്യാൻസലേഷൻ സംഭവങ്ങളൊന്നും അറിയത്തില്ലായിരുന്നു. അത് ഫസ്റ്റ് ട്രൈ ആയിട്ടാണ് ആദ്യത്തെ കണ്ട വീഡിയോ എടുത്തത്. അപ്പൊ അതുകൊണ്ട് തന്നെ എനിക്ക് എത്രത്തോളം അത് ക്ലിയർ ആയിട്ടുണ്ടെന്നുള്ള അറിയത്തില്ല. മൈക്ക് വെച്ച് സംസാരിക്കുന്നതിൽ നോർമൽ നമ്മൾ സംസാരിക്കുന്നതായിരിക്കും കുറച്ചും കേൾക്കാന്ന് തോന്നുന്നു. അപ്പൊ ഇപ്പം അതിന്റെ ബാക്കി ചടങ്ങുകൾ നടന്നുകൊണ്ടിരിക്കുന്നത് അതുകൂടെ കാണാതെ. ഇനി അടുത്തത് എനിക്ക് തോന്നുന്നത് ഉദയനാപുരത്തോട്ടാണെന്ന് തോന്നുന്നു. ഇവിടെ വൈക്കത്തപ്പുറമുള്ളത് കൊടുത്ത് ഇനിയിപ്പോ ഉദയനാപുരത്തോട്ടാണല്ലോ ഈ പോകുന്ന ഘോഷയാത്ര പോകുന്നത്. നമുക്കെന്തായാലും ബാക്കി കാഴ്ചകൾ കാണാം. ഞാൻ ഒരാളെ ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. പുള്ളിക്കാരി എങ്ങോട്ട് പോയാൽ നോക്കട്ടെ. ഞാൻ ഈ വീഡിയോ എടുക്കുന്നതിന്റെ ഇതിൽ പോയതായിരുന്നു. ഇന്ന് പരിപാടി ആയതുകൊണ്ട് തന്നെ ഒത്തിരി ആളുണ്ട്. ഞായറാഴ്ച ദിവസമൊക്കെ ആയതുകൊണ്ടായിരിക്കാം. പിന്നെ ഈ ഒരു ഫ്രെയിം എല്ലാവർക്കും സുപരിചിതമാണ്. ഇവിടെ ഈ അഷ്ടമി ഇനിയിപ്പോ അടുത്ത മാസം അഷ്ടമിയല്ലേ. അപ്പൊ അതിന്റെ പരിപാടികൾക്ക് വേണ്ടി ഈ ഇതൊക്കെ ഇട്ടേക്കുന്നത്. നമ്മളിനി നേരെ തിരിച്ചു പോവാണ്. ഇതിന്റെ കുറെ നല്ല വിഷ്വൽസ് ഞാൻ റീലായിട്ട് ആഡ് ചെയ്തിട്ടുണ്ട്. ഇൻസ്റ്റാഗ്രാമിൽ പോയി കാണാൻ പറ്റും. അടുത്ത മാസം നമുക്കൊരു അഷ്ടമിയുടെ വീഡിയോ കൂടെ ചെയ്യാം എന്നുള്ളൊരു സന്തോഷത്തിലാണ് ഞാനിപ്പം തിരിച്ചു പോകുന്നത്. ഇനി നമുക്ക് തിരിച്ച് വീട്ടിലോട്ട് പോവാം. നല്ല വെയില്. നിങ്ങളവിടേക്ക് അങ്ങനെ കല്യാണം നടക്കുന്നു. ആരുടെയോ കല്യാണം കവർ ചെയ്യാൻ വേണ്ടി ഞാൻ പറഞ്ഞത്. ഈ ആൾക്കാരെ അറിയാം. ഇവിടെയാണ് വൈക്കത്തപ്പൻ മറ്റേ ദർശനം കൊടുക്കുന്നതൊക്കെ അവളുടെ അച്ഛൻ പറഞ്ഞു ഞാൻ കേട്ടിട്ടുണ്ട്. ഇവിടെ കല്യാണം നടക്കുക. നമുക്ക് പോയേക്കാം. കാറ് കിടപ്പുണ്ട് കേട്ടോ. ഇവിടെ കല്യാണത്തിന് വന്നു. നമ്മുടെ വണ്ടി കിടക്കുന്നിടത്തോട്ട് ഇനി ഒത്തിരി ദൂരമുണ്ട്. വണ്ടി ഇവിടെ വല്ല ഇട്ടാൽ മതിയായിരുന്നു. പറക്കോ. ഇതാണ് ദളവാക്കുളത്തോട്ട് പോകുന്ന വഴി. ഞാൻ ദളവാക്കുളം കണ്ടിട്ട് ഒരുപാട് ഹിസ്റ്റോറിക്കലായിട്ടുള്ള കുറേ കാര്യങ്ങളുള്ള സ്ഥലമാണ് വൈക്കം. അതിനെപ്പറ്റിയൊക്കെ ഞാൻ ഹിസ്റ്ററിയിൽ ഇച്ചിരി മോശമായതുകൊണ്ട് തന്നെ വലിയ കാര്യമായിട്ട് പറയാൻ ഞാൻ ആളല്ല. ദളവാക്കുളം എന്ന് പറയുന്ന സ്ഥലത്താണ് ഇപ്പോഴത്തെ ബസ് സ്റ്റാൻഡ്. ഇവിടെ നേരത്തെ കുളമായിരുന്നു. യൂട്യൂബിലൊക്കെ സെർച്ച് ചെയ്താൽ മനസ്സിലാവും. ഒത്തിരി ഹിസ്റ്ററി ഇതിൻ്റെയൊക്കെ പുറകിലുണ്ട്. അതിനെപ്പറ്റി വലിയ അറിവില്ലാത്തതുകൊണ്ട് തന്നെ ഞാനൊന്നും പറയുന്നില്ല. നമുക്ക് വണ്ടി എടുത്തിട്ട് പോകാം. കുറേ നീണ്ട നടപ്പിന് ശേഷം നമ്മുടെ ചെറുക്കൻ ഇവിടെ കിടപ്പുണ്ട്. ഇവിടെ പാർക്ക് ചെയ്തിട്ടാണ് പോയാൽ അവിടെ ഒന്ന് സൂചി കുത്താൻ പോലും ഇടയില്ല. ഇനി നമുക്ക് നേരെ വീട്ടിൽ പോവാം. വീട്ടിൽ പോകുന്നതിന് മുമ്പ് വെല്ലം കഴിക്കണം. അമ്മേ കഴിക്കുന്നതാണ് മെയിനായിട്ടും ഇനി നമ്മൾ ചെയ്യാൻ പോണ അടുത്ത ചടങ്ങ്. നമ്മളങ്ങനെ തിരിച്ചു പോയിക്കൊണ്ടിരിക്കുക. ഇതുവരെ ഇല്ലാത്തൊരു ബ്ലോക്ക്. ഞായറാഴ്ച ഞാൻ അങ്ങോട്ട് പോയാൽ പറഞ്ഞില്ലേ ഞായറാഴ്ച വഴിയിൽ ആരും ഇല്ലെന്ന്. അത് ഞാൻ തിരിച്ചെടുത്ത്. വണ്ടിയുടെ ബഹളമായിപ്പം. ഇനിയിപ്പം അങ്ങോട്ട് വലിയ കണ്ടന്റ് ഒന്നും കാണാൻ വഴിയില്ല. അതുകൊണ്ട് നമുക്കിവിടെ വീഡിയോ അവസാനിപ്പിക്കാം. അപ്പം വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പം അടുത്ത വീഡിയോ വരുന്നതും വരെ ടാറ്റാ.